ദേവന്മാരെ രക്ഷിക്കാൻ ദുഷ്ടശക്തികളെ നേരിടാൻ പാർവതീദേവി സ്വീകരിച്ച രൗദ്രഭാവമാണ് ഭദ്രകാളി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭദ്രകാളിയുടെ ഈ ചരിതവും അസുര രാജാവായ ദാരികനുമായുള്ള ഐതിഹാസിക യുദ്ധവുമാണ്. താളമേളങ്ങളുടെയും വർണ്ണാഭമായ വേഷങ്ങളുടെയും അകമ്പടിയോടെ മുടിയേറ്റിന്റെ അരങ്ങിൽ ഈ കഥ ജീവൻ വെക്കുന്നത് നേരിട്ട് കാണാം. നന്മയുടെ വിജയവും ഭക്തിയുടെ ശക്തിയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിസ്മയ കാഴ്ചയാണ്. കുട്ടികളെ, വേഗം തയ്യാറാവും, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അമ്പലത്തിലോ? അവിടെ ഇന്ന് എന്താണ് വിശേഷം? അമ്പലത്തിൽ ഇന്ന് മുടിയേറ്റുണ്ട്. മുടിയേറ്റോ? അതെന്താണ്? എന്റെ കുഞ്ഞെ, ദേവന്മാരെയും ദാനവരെയും കുറിച്ചുള്ള ഒരു മഹത്തായ കഥയാണ് മുടിയേറ്റം. നമുക്ക് ഈ കഥ കേട്ട് പുറപ്പെടാം. ദാരികന്റെ അതിക്രമങ്ങൾ സഹിക്കാനാവുന്നില്ല. നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടമായിരിക്കുന്നു. ഇന്ദ്രദേവ, അവന്റെ ശക്തി അസാധാരണമാണ്. നമ്മൾ എന്തു ചെയ്താലും പരാജയപ്പെടുകയുള്ളൂ. നിരാശപ്പെടരുത്, ഒരു വഴി കണ്ടെത്താം. വിഷമിക്കാതിരിക്കും. ദാരികനെ നിഗ്രഹിക്കാൻ ഒരു മാർഗമുണ്ട്. എന്താണത് ദേവാദിദേവ? 6 മഹാശക്തികളെ സൃഷ്ടിച്ച് ദാരികനോട് യുദ്ധം ചെയ്യണം. ആറ് ദേവശക്തികളിൽ നിന്നും 6 ദേവിമാർ ഉണ്ടായിരുന്നു. ബ്രഹ്മാണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി എന്നിവർ ദാരിക യുദ്ധത്തിനായി പുറപ്പെടുന്നു. മാതൃക്കൾ ഒന്നിച്ച് ദാരികനെ ആക്രമിച്ചു. പക്ഷേ ദാരികൻ അവരുടെ ആയുധങ്ങളെ നിഷ്പ്രയാസം തകർക്കുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി രക്തവും ഭൂമിയിൽ വീണപ്പോൾ പുതിയ ദാരികമാരുണ്ടാകും. മാതൃക്കൾ ക്ഷീണിതരും നിരാശരുമായി പിൻവാങ്ങുന്നു. ആറ് മാതൃക്കളും ദാരികനോട് യുദ്ധം ചെയ്ത് പരാജിതരായിരിക്കുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും മഹാദേവ? എന്റെ കോപത്തിന്റെ അഗ്നിയും പാർവതീദേവിയുടെ ശക്തിയും സംയോജിപ്പിച്ച് ഭദ്രകാളിയെ സൃഷ്ടിക്കണം. ഭദ്രകാളി ദാരികനെ നിഗ്രഹിക്കും. ഞാൻ ഭദ്രകാളി, ദേവന്മാരുടെ രക്ഷക. ദാരികന്റെ അനീതി ഞാൻ അവസാനിപ്പിക്കും. ഭദ്രകാളി വേതാളത്തെ വാഹനമാക്കി യുദ്ധഭൂമിയിലേക്ക് പോകും. ഭദ്രകാളിയും ദാരികനും ഘോരയുദ്ധത്തിൽ ഏർപ്പെടും. ദാരികന്റെ ശരീരത്തിൽ നിന്ന് ഉതിരുന്ന ഓരോ തുള്ളി രക്തവും ഭൂമിയിൽ പതിക്കാതെ വേതാളം അതിവേഗം പാനം ചെയ്യും. ഞാൻ ശക്തി സ്വരൂപൻ. പാർവതിയുടെ സ്നേഹത്തോടെ, സരസ്വതിയുടെ ജ്ഞാനത്തോടെ, ദുർഗയുടെ ശക്തിയോടെ, ഭദ്രകാളിയുടെ രൗദ്രതയോടെ ഈ ലോകത്തെ ഞാൻ സംരക്ഷിക്കും.
ലക്ഷ്മി മഹാകാളി മഹാകന്യാ സരസ്വതി ദശാഷ്ടകഭുജാദേവി ശുംഭാസുരനിബർഹണി महिषासुरमर्दिनी महाप्रलय साक्षिणी प्रसीद 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 കഥ ഇഷ്ടപ്പെട്ടോ കുട്ടികളെ? ഇഷ്ടപ്പെട്ടു മുത്തശ്ശ. എന്നാൽ ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ മുടിയേറ്റിൽ ഈ കഥയെല്ലാം നേരിട്ട് കാണാം. വർണ്ണാഭമായ വേഷങ്ങളും ഇടിമുഴക്കുന്ന ചെണ്ടകളും അഭിനേതാക്കളുടെ സാമാന്യ കഴിവുകളും ചേർന്ന് ഈ ഐതിഹാസിക യുദ്ധം കണ്ണുകൾക്ക് മുന്നിൽ ജീവൻ വയ്ക്കും. ഭദ്രകാളിയുടെ കോപവും ദാരികന്റെ ക്രൂരതയും നിങ്ങൾ നേരിട്ട് അനുഭവിക്കും. എന്നാൽ ഓർക്കുക, നന്മ എപ്പോഴും ജയിക്കും.